എന്തുകൊണ്ടാണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ജോലി കിട്ടാത്തത്? ഡു യു നോ ദ റീസൺ? ടാലന്റ് ഗെറ്റ്സ് യു നോട്ടീസ് ആൻഡ് സ്കിൽ ഗെറ്റ്സ് യു ഹൈഡ്. ഇന്നത്തെ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു നോർമൽ ഡിഗ്രി മാത്രമല്ല വേണ്ടത്. ഒരു കാൻഡിഡേറ്റിൽ ഒരു സ്പെഷ്യലൈസ്ഡ് സ്കിൽ ഉണ്ടോ ഇല്ലയോ എന്നാണ് ഫസ്റ്റ് പ്രിഫറൻസ്. കറന്റ് സിനാരിയോയിൽ ബിം എഞ്ചിനീയേഴ്സ്, MEP കോർഡിനേറ്റേഴ്സ്, ഡിസൈൻ എഞ്ചിനീയേഴ്സ് പോലെയുള്ള ജോബ് വേക്കൻസി ഹൈ ഡിമാൻഡ് ആണ്. ബട്ട് പല മെക്കാനിക്കൽസും ഈ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ഈ സ്കില്ലിനെ കുറിച്ചിട്ടും അവെയർ അല്ല. അതുകൊണ്ട് തന്നെ റിക്രൂട്ടേഴ്സ് നിങ്ങളൊരു ഐഡിയൽ കാൻഡിഡേറ്റ് ആയി സെലക്ട് ചെയ്യാനുള്ള ചാൻസസും കുറയും. ലാക്ക് ഓഫ് പ്രാക്ടിക്കൽ സ്കിൽസ്. ഒരു റിക്രൂട്ടേഴ്സ് കാൻഡിഡേറ്റ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഡിസൈൻ സോഫ്റ്റ്വെയർസ്, സ്റ്റിമുലേഷൻ ടൂൾസ്, അതുപോലെ തന്നെ പ്രൊജക്ട് വർക്ക് ഫ്ലോസ് പോലത്തുള്ള കാര്യങ്ങളാണ്. ബട്ട് ഒരു ഫ്രഷർ അല്ലെങ്കിൽ ഒരു ഗ്രാജുവേറ്റ് എന്ന നിലയിൽ ഇതൊന്നും കുട്ടികളിൽ വിസിബിൾ അല്ല. ഡിസൈൻ ഫീൽഡിലേക്ക് വരുമ്പോൾ സോഫ്റ്റ്വെയർസ് ലൈക്ക് റെവിറ്റ്, ഓട്ടോകാഡ്, സോൾഡ് വർക്ക്സ്, കാറ്റിയ എന്ന പോലത്തെ അനേകം ഡിസൈനിങ് ടൂൾസ് ഉണ്ട്. ബട്ട് ഇതിലൊന്നും എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ട്രെയിനിങ്ങോ സ്റ്റുഡൻസിന് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ജോലി കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. അതുപോലെ തന്നെ എക്സ്പോഷറും വളരെ കുറവാണ്. മിനിമൽ ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, ഇന്റേൺഷിപ്പ്, ലൈവ് പ്രോജക്ട്സ് പോലെയുള്ള കാര്യങ്ങൾ കോളേജിൽ നിന്ന് സ്റ്റുഡൻസിന് കിട്ടുന്നത് വളരെ കുറവാണ്. സോ ദേ വിൽ ബി ഫേസിംഗ് മേജർ ഇഷ്യൂസ് വൈൽ ദേ ആർ ഗെറ്റിംഗ് എ ന്യൂ ജോബ്. പുവർ സോഫ്റ്റ് സ്കിൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ടെക്നിക്കൽ നോളജ് കൊണ്ട് മാത്രം ഒരു കാൻഡിഡേറ്റ്സ് അവരുടെ ജോബിൽ പെർഫെക്റ്റ് ആവണമെന്നില്ല. ദേ ഷുഡ് ഹാവ് ഗുഡ് ടീം വർക്ക്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് പ്രസന്റേഷൻ സ്കിൽ. ഈ കാര്യങ്ങൾ ഒരു പ്രൊജക്ട് എൻവയറമെന്റിൽ വളരെ ക്രിട്ടിക്കലാണ്. ഔട്ട്ഡേറ്റഡ് സിലബസ്. മിക്ക കോളേജസും ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് പഴയ സിലബസ് ആണ്, വിച്ച് ഇസ് നോട്ട് മാച്ചിങ് ദി കറന്റ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്. ഇതൊരു മേജർ ഇഷ്യൂ ആണ്. ഒരു ഫ്രഷർ അല്ലെങ്കിൽ ഒരു ഗ്രാജുവേറ്റ് ആയ സ്റ്റുഡന്റ് ടെക്നിക്കൽ സ്കിൽ ലൈക്ക് ബിം, MEP പോലത്തുള്ള കോഴ്സ് ഓപ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ബെറ്റർ ഫ്യൂച്ചർ എന്ത് ചെയ്യും, ഡെവലപ്ഡ് ആവും. സോ ഫ്യൂച്ചർ നോക്കിയിട്ട് വേണം നമ്മൾ പാത്ത് ഡിസൈഡ് ചെയ്യാൻ. ആ പാത്തിലേക്കുള്ള ഗൈഡൻസ് തരാൻ മയോസി ഉണ്ട്. ഹാവ് എ നൈസ് ഡേ.